ഇപ്രാവശ്യം ഇവിടെ എന്താ പറയാ, ഇവരിവിടെ ഗണപതി പാട്ടാ കളിച്ചത്. ഗണപതി പാട്ട് കളിച്ച് ഞാള് രാമായണം കളിച്ച്. രാമായണം നല്ല വൃത്തിക്ക് കളിച്ചതാ. ഗണപതി പാട്ടാണെങ്കിൽ ഓല് വൃത്തി ഇല്ലാതായിരുന്നു കളിച്ചത്, കുറെ തെറ്റുണ്ടായിരുന്നു. കഴിഞ്ഞ കൊല്ലോല് രാമായണം കളിച്ച് ഞാള് ഗണപതി പാട്ടും കളിച്ച്. അപ്പൊ അപ്പീലിന് പോയപ്പോ പറഞ്ഞത് രാമായണം കളിക്കണം എന്നാലേ കിട്ടൂ. ഇപ്രാവശ്യം ഞാളിപ്പോ പോയാൽ പറയും ഗണപതി പാട്ട് കളിക്കണം എന്നാലേ കിട്ടൂ. ഞാൻ CKG സ്കൂൾ. കഴിഞ്ഞ കൊല്ലം ഓലിക്ക് CKG, കഴിഞ്ഞ കൊല്ലം ഓലിക്ക് സ്റ്റേറ്റിലേക്ക് പോയിട്ട് ഓലിക്ക് B ഗ്രേഡാ കിട്ടിയത്. A ഗ്രേഡ് പോലും കിട്ടിയില്ല. 14 ടീമില് B ഗ്രേഡ്. ഞാൻ കപ്പില് പോയിട്ട് ഞാൻ കപ്പില് തന്നില്ല. ഇവിടെ കലോത്സവം നടത്തണ്ടല്ലോ. ഞാൻ ഏത് കളി കൊണ്ടുവന്നാലും 3 കളിയാണ് ഞാൻ കളിച്ചത്. അതൊന്നും ഓർക്ക് കളിക്കാൻ പറ്റൂല. പിന്നെ അത് എത്ര കളിച്ചാലും ഓര് തരൂല. ഭാസ്കരൻ മാഷ് അയാളാണ് മെയിൻ. അയാൾ എപ്പോ കാര്യം ഇരുന്നിക്കോ അന്നൊന്നും വേറൊരു ടീമിന് കിട്ടിയില്ല. കിട്ടിയിട്ടുള്ളൂ. എത്ര പൈസ കൊടുത്താലും ഓലിക്കങ്ങ് കൊടുക്കും. ഇതിപ്പോ ഞാൻ കൊടുക്കാൻ ഓലങ്ങ് വരും. ഹൈസ്കൂളാണെങ്കിൽ നല്ല കളിയാ കളിച്ച ഒരാടുന്ന്. ഇരട്ട രാമായണ കളിച്ച് റയർ ആയിട്ടുള്ള കളിയാ. ഓലിക്ക് കൊടുത്തില്ല. മേമുണ്ട് ഞാൻ ഹയർ സെക്കൻഡറിയാണ്. അപ്പൊ ഇതൊക്കെയാണ് കളിക്കണല്ലേ. കപ്പ് അടിക്കുന്നത് കളിച്ചിട്ടല്ല, എത്ര പൈസ ഇറക്കുന്നോ അതിനനുസരിച്ചിട്ട് അവിടെ കപ്പ് അടിക്കും. ക്ലാസ് പോലും കയറാണ്ട് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ കഷ്ടപ്പെട്ട് വെറുതെയല്ലേ. ഹൈസ്കൂള് 10ാം ക്ലാസ്സാ. ഞങ്ങൾക്ക് എക്സാം മര്യാദക്ക് എഴുതാൻ പറ്റുന്നില്ല. ഞങ്ങൾ അതിനും നല്ലോണം ഇതിന് പ്രാക്ടീസ് ഇനി നല്ലോണം പോകുന്നുണ്ട്. ഞങ്ങള് പുരക്കൊക്കെ 12 മണിക്കാ പ്രാക്ടീസ് എല്ലാം കഴിഞ്ഞിച്ച്. ഇന്നിച്ചു ഓർക്കൊന്നുമില്ലേ. എന്താ കാരണം എന്ന് പറഞ്ഞാൽ പറ. ഞങ്ങക്ക് പോവാനുണ്ടായ കാരണം ഞങ്ങൾക്ക് ഏടെ തെറ്റ് പറ്റി അങ്ങനെ എന്തെങ്കിലും പറയട്ടെ. ചോദിക്കുന്നതിനോട് പോലീസുകാർ തടഞ്ഞേക്കാറ്. ഞങ്ങൾക്ക് മര്യാദക്ക് സംസാരിക്കാം. പക്ഷേ സമ്മതിക്കണ്ടേ.